ക്രൂരത കാണിച്ചില്ല മീനാക്ഷി. എന്തൊക്കെയായാലും ഞാൻ നിന്റെ അമ്മായിയല്ലേ. എന്റെ മകൻ ഏത് സാഹചര്യത്തിലായാലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ. അമ്മായി, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്റെ മോന്റെ ജോലിയും പോവും. നീ ഇങ്ങനൊരു പ്രതികാരം ചെയ്യുമെന്ന് ഞാനും എന്റെ മോനോ കരുതിയതല്ല. മൈഥിലി എന്നിൽ നിന്ന് അകറ്റിയപ്പോഴും അവളെ നീ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ നിന്നെ വെറുത്തില്ലായിരുന്നു മീനാക്ഷി. വഴക്കെത്ര പറഞ്ഞാലും നീ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നീ എന്നോട് ഇങ്ങനൊരു റിവഞ്ച് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ACP. അമ്മായിയെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനൊരു വീഡിയോ എടുത്തത് ഞാൻ തന്നെയാ. പക്ഷെ ഞാനത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഒരു മീഡിയയ്ക്കും സെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന സത്യമാ. പിന്നെ ആ വീഡിയോ എങ്ങനെ വൈറലായി? എങ്ങനെ DGPയുടെ മുമ്പിലെത്തി? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നീ ഏതോ വക്കീലിനെ കാണാൻ പോയതാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. നിന്റെ വക്കീൽ ഉപദേശിച്ചതായിരിക്കും ഈ ബുദ്ധി. എന്റെ അമ്മായി, അതൊക്കെ ഞാൻ അമ്മായിയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു വക്കീലിനെ കണ്ടിട്ടില്ല അമ്മായി. ഷുവർ, നീ അത് ചെയ്യൂ. നിന്റെ മൊബൈലായിരുന്നില്ലേ ആ വീഡിയോ? അത് DGPക്ക് അയച്ചു കൊടുക്കുന്ന് പല പ്രാവശ്യം നീ എന്നെ ഭീഷണിപ്പെടുത്തിയതാ. എങ്ങനെയാ ദൈവമേ ഞാനിത് പ്രൂവ് ചെയ്യാം? അമ്മായി, ACP, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. നിങ്ങളോടൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ കുഞ്ഞാണ് സത്യം. ഒരു തമാശ എന്ന നിലയ്ക്ക് ഞാൻ ആ വീഡിയോ കൊണ്ടു നടന്നതാ. ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. വേണ്ട, നീ കുഞ്ഞിനെ പിടിച്ച കള്ളസത്യം ഒന്നും ചെയ്യണ്ട. കുഞ്ഞിന് വല്ലതും പറ്റും. അമ്മേ, എന്റെ അമ്മയാണ് ഈ സത്യം. ഞാനത് ചെയ്തിട്ടില്ല അമ്മ. ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മയെങ്കിലും ACPയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കമ്മ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, അതൊന്നും എനിക്ക് സാരമില്ല. പക്ഷെ ഞാൻ കാരണം ACPയുടെ ജോലി പോകുന്നതും അമ്മയെ അറസ്റ്റ് ചെയ്യുന്നതും ഒന്നും എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല അമ്മ. മോളെ, അത് നീ കാരണമല്ലല്ലോ. ആ വീഡിയോ ചോർന്നോണ്ടല്ലേ. ആ വീഡിയോ ഞാൻ എടുത്തതുകൊണ്ടല്ലേ അമ്മ അത് ലീക്കായത്. അപ്പൊ ഞാൻ തന്നെയല്ലേ കുറ്റക്കാരി. ACP വിഷമിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല അമ്മ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സംഭവിച്ചതാണെങ്കിലും എന്റെ കഴുത്തില് താലി കെട്ടിയാണല്ലേ ACP. എന്തൊക്കെയാണെങ്കിലും എന്റെ ഭർത്താവല്ലേ. ഞാൻ കാരണം ACP കുറ്റക്കാരനായി മാറുന്നത് ഞാൻ എങ്ങനെ സഹിക്കും അമ്മ? തെറ്റ് ചെയ്തിട്ട് വന്ന ഒറ്റയ്ക്ക് നിൽക്കല്ലേടി. ഇപ്പൊ സ്വയം ഉരുകയല്ലേ നീ? സ്ത്രീധനം ചോദിക്കുന്നതും അത് വാങ്ങുന്നതും തെറ്റാണെന്ന് നിനക്കറിഞ്ഞൂടെ? അറിയാമായിരുന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചോദിച്ചു പോയതമ്മേ. സ്ത്രീധനം ചോദിക്കുന്നത് തെറ്റ് തന്നെയാ. അറിയാതെ പറ്റിപ്പോയ തെറ്റിന് അമ്മ എനിക്ക് മാപ്പ് തരണം. നിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചയച്ചപ്പോ നിന്റെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ സ്ത്രീധനം ചോദിച്ചിട്ടുമില്ല, ഞങ്ങളത് കൊടുത്തിട്ടുമില്ല. കാരണം സ്ത്രീധനം എന്ന പദം തന്നെ തെറ്റാ. സ്ത്രീധനം പുരുഷധനം എന്നൊന്നില്ല. എല്ലാ ധനവും ഒന്ന് തന്നെയാ. ശാരീരികമായ ചില വ്യത്യാസങ്ങൾ ഒഴിച്ച
സ്ത്രീയും പുരുഷനും സാധാരണ മനുഷ്യജീവികൾ തന്നെയാ. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്റെ നാവിന്ന് വന്ന ഒരു തെറ്റ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അതെ, ഇനി ഒരിക്കലും ഞാൻ സ്ത്രീധനം വാങ്ങിക്കോ കൊടുക്കുകയോ ചെയ്യില്ലമ്മേ. ആ വാക്ക് പോലും ഞാൻ പറയില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. എണീക്ക്. നീ മാപ്പ് പറഞ്ഞല്ലോ, അത് മതി. പണ്ടാരോ സ്ത്രീകളുടെ തലയിൽ ഒരു ശാപം പോലെ അടിച്ചേൽപ്പിച്ച വ്യവസ്ഥയാ സ്ത്രീധനം. അതിനിയുള്ള കാലം വേണ്ട. അടിക്കാനല്ലേ? എന്തിനാ നീ ഇത്രയും വലിയ ചതി ഞങ്ങളോട് ചെയ്ത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? മുത്തശ്ശി നിന്നെ കൊച്ചുമകളായി അംഗീകരിച്ചത് ഞാൻ കൂടി പറഞ്ഞിട്ടാ. നിനക്ക് നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നീ എന്നെ ACP, തമാശക്ക് എന്തെങ്കിലും പറയുന്നതല്ലാതെ ഞാനൊരു ദ്രോഹം നിങ്ങൾക്ക് ചെയ്തിട്ടില്ല. പിന്നെ ആ വീഡിയോ മീഡിയക്ക് എങ്ങനെ കിട്ടി? എന്താ നിനക്കൊന്നും പറയാനില്ലേ? അത് എന്റെ മൊബൈലിൽ നിന്ന് ലീക്കായത് തന്നെയാ ACP. അത് എങ്ങനെ പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ വീണ്ടും ഡ്രാമ കളിക്കുക.